ഇപ്പം ശരിക്കും പഠിച്ചിറങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ബ്രോന് ജോലി കിട്ടി. ശരിക്കും ഇതിന്റെ ഒരു ഇന്റർവ്യൂ പാറ്റേൺ എങ്ങനെയാണ്? ശരിക്കും ആ ജോലി ബ്രോന് ഏത് പോർട്ടലിൽ നിന്നാണ് ആ ജോലിയുടെ ഒരു ആ ഒരു ജോലി കിട്ടിയത്? ചിലപ്പോൾ ഡയറക്ടോട്ട് വരെ കാണും. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അബീസുകയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. വേറെ ഒന്നുമല്ല, 1.5 വർഷം മുമ്പ് നാട്ടിലിരുന്ന് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ആളാണ്. ഞാൻ പല ആളുകൾക്കും ജോലി കിട്ടുമ്പോൾ അങ്ങോട്ട് പോയി ഞാൻ ചോദിക്കാറുണ്ട്, എനിക്കൊരു വീഡിയോ തരും. അപ്പോൾ അവർ പലരും പറയാറുണ്ട്, ബ്രോ നമുക്ക് വീഡിയോയിൽ വരാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ടൈമില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തതാണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നമ്മുടെ ബ്രോനെ പരിചയപ്പെട്ടിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. ഹായ്, ഞാൻ സുജിത്ത്. നാട്ടിൽ കൊല്ലത്താണ് സ്ഥലം. ഞാൻ ചെസ്റ്ററിൽ മാസ്റ്റേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് പഠിച്ചതാണ്. ഞാൻ ലിവർപൂളായിരുന്നു സ്റ്റേ. ഇപ്പം ജോലി കിട്ടി മാഞ്ചസ്റ്ററിലോട്ട് ഷിഫ്റ്റ് ആയതാണ്. ഇപ്പം ശരിക്കും പഠിച്ചിറങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ബ്രോന് ജോലി കിട്ടി. കാര്യം UK-യിൽ ഒത്തിരി നെഗറ്റീവ്സ് പറയാറുണ്ട്, ഇവിടെ പഠിച്ചാൽ നമുക്ക് ജോലിയില്ല. അപ്പം ബ്രോന് ജോലി കിട്ടാനുള്ള ഒരു മെയിൻ റീസൺ ആയിരുന്ന ഒരു സംഭവം എന്താണ്? ഞാൻ കോഴ്സ് കഴിഞ്ഞ് ആദ്യമായിട്ട് ജസ്റ്റ് ഞാൻ ചുമ്മാ ലിങ്ക്ഡിൻ നോക്കിയതാണ് ഈ ജോലി ഇവിടെ ഉണ്ടോ എന്ന്. ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് ഫെസിലിറ്റീസ് മെയിൻ്റെനൻസിലാണ്, ഫെസിലിറ്റി മെയിൻ്റെനൻസ് എഞ്ചിനീയർ ആയിട്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ലിങ്ക്ഡിൻ നോക്കിയതാണ്. ലിങ്ക്ഡിൻ നോക്കിയപ്പം ലിവർപൂളിൽ ഒരു ജോലിയുണ്ട്. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്തപ്പോൾ എന്നെ വിളിച്ച്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ജോലിക്ക് ഇവിടെ അത്രയ്ക്കധികം ചാൻസ് ഉണ്ടെന്ന്. ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് ഞാൻ പോയി. ഞാൻ പ്രിപ്പയർ ചെയ്യാനാണ് പോയത്. അപ്പോൾ എൻ്റെ പഴയ PDF ഇരിപ്പുണ്ട്, അതൊക്കെ കൊണ്ട് പഠിച്ചുകൊണ്ട് പോയി. ഫസ്റ്റ് ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഈ ഫീൽഡ് ജോലി കിട്ടാൻ വളരെ എളുപ്പമാണെന്നുള്ളത്. ഫസ്റ്റ് വന്നത് എനിക്കൊരു ബേസിക് ഇൻ്റർവ്യൂ കാളായിരുന്നു HR-ൽ നിന്ന്. അവരെന്നോട് ബേസിക് കാര്യങ്ങളൊക്കെ ചോദിച്ച് അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു. അങ്ങനെ ഒരു ടെക്നിക്കൽ റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, 2 സ്റ്റേജ്. അത് കഴിഞ്ഞ് കിട്ടിയതാണ് ആ ജോലി. അത് 6 മന്ത് കോൺട്രാക്റ്റ് ആണ്. ഇപ്പോൾ അവിടെ അല്ല ജോലി ചെയ്യുന്നത്, ഇപ്പം വേറെയാണ് ചെയ്യുന്നത്. അതൊരു ഫുൾ ടൈം ജോലിയാണ്. ഓക്കെ. ഇപ്പം ജോലിയാണ്, കമ്പനിയുടെ പേരെന്താണ്? ഇപ്പം ജോലി ചെയ്യുന്നത് ആക്ച്വലി SH ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് എന്നുള്ള കമ്പനിയാണ്. അതായത് സ്റ്റാർ ഫുഡ് ക്യാപിറ്റൽ. അതൊരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്. അവരിപ്പോൾ മാഞ്ചസ്റ്ററിൽ ന്യൂയായിട്ട് എസ്റ്റാബ്ലിഷ് ആവുന്നതേ ഉള്ളൂ. അവരൊരു വലിയൊരു ബിൽഡിംഗ് ഇവിടെ പണിയുകയാണ്, ഒരു ഹോട്ടൽ ബിൽഡിംഗ് ആണ്. ശരിക്കും ആ ജോലി ബ്രോന് ഏത് പോർട്ടലിൽ നിന്നാണ് ആ ജോലിയുടെ ഒരു ആ ഒരു ജോലി കിട്ടിയത്? ആക്ച്വലി ഞാൻ ചെയ്യുന്നത് ഫെസിലിറ്റീസ് എഞ്ചിനീയർ ആയിട്ടാണ്. എൻ്റെ ജോലിയുടെ ഇത് ഡിസ്ക്രിപ്ഷൻ ഷിഫ്റ്റ് എഞ്ചിനീയർ എന്നാണ്. അപ്പം പല പോർട്ടലുണ്ട് ഇതിനു വേണ്ടി. ഇപ്പം ഈ ഫെസിലിറ്റീസ് എഞ്ചിനീയർ തന്നെ ഒന്നെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ബേസിക് ഉണ്ട്. ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഓയിൽ കമ്പനി അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ബിൽഡിംഗ് മെയിൻ്റെനൻസ് ഉണ്ട്. ബിൽഡിംഗ് മെയിൻ്റെനൻസിനകത്ത് തന്നെ ഹോസ്പിറ്റൽ മെയിൻ്റെനൻസ് ഉണ്ട്. അതുപോലെ തന്നെ വലിയ ഹോട്ടൽ ബിൽഡിങ്സിൻ്റെ മെയിൻ്റെനൻസ് ഉണ്ട്. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ മെയിൻ്റെനൻസ് ഉണ്ട്. അപ്പം ഞാൻ നാട്ടിൽ ചെയ്തിരുന്നത് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ മെയിൻ്റെനൻസ് ആയിരുന്നു. ഞാൻ റിലയൻസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ അംബാനിയൊക്കെ ഉള്ള ബിൽഡിങ്ങിലെ മെയിൻ്റെനൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഞാൻ ഇത് തന്നെയാണ് ജോലി ചെയ്തിരുന്നത്, ഷിഫ്റ്റ് എഞ്ചിനീയർ ആയിട്ട്. പലതിനും പല ആപ്പാണുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ നോക്കുവാണെങ്കിൽ കൊമേഴ്ഷ്യൽ എപ്പോഴും വലിയ കമ്പനികളുള്ളതായിരിക്കും. ലൈക്ക് ഇപ്പോൾ റിലയൻസ്, ടാറ്റ, ഗൂഗിള് അങ്ങനെയുള്ള കമ്പനീസ് ആയിരിക്കും കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ്. അവിടെ സാലറിയും കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ബിൽഡിങ്സിൽ ജോലി കിട്ടാൻ വേണ്ടി നമ്മുടെ ലിങ്ക്ഡിനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അവരൊക്കെ എപ്പോഴും അവരുടെ വേക്കൻസി ഇടുന്ന ലിങ്ക്ഡിനിലായിരിക്കും. ഇപ്പം നമ്മൾ ഹോട്ടൽ, റെസിഡൻഷ്യൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാക്സിമം അവർ UK പോസ്റ്റ് ചെയ്യാറുള്ളത് ഇൻഡീഡ്. പിന്നെ കാറ്ററർ എന്നുള്ള ആപ്പുണ്ട്. അതാണ് മാക്സിമം ഹോട്ടലുകാർ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ കാണും സാലറി എത്രയാണ്, കവർ ലെറ്റർ വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ CV വെക്കുക. ഇത് തന്നെ എല്ലാം കാണിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് അത് അപ്ലൈ കൊടുത്താൽ മതി, ഉറപ്പായിട്ടും വിളിക്കുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ ഏതൊരു ഹോസ്പിറ്റാലിറ്റിയിലും ഒരു ഫസ്റ്റ് വേക്കൻസി വരുമ്പോൾ അവർ നോക്കുന്ന കാറ്ററാണ്. അതിനകത്ത് എഞ്ചിനീയർ മാത്രമല്ല, അല്ലാത്തതും ഉണ്ട്. ഇപ്പം മാനേജറുണ്ട്, റിസപ്ഷനിസ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. പിന്നെ നമ്മളിപ്പോൾ UK-യിൽ ഇങ്ങനത്തെ ജോബിന് ഒരു CV ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ആക്ച്വലി UK-യിൽ നമ്മളിപ്പോൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പം അതെല്ലാം നോക്കുന്ന അവർ HR-ന് ഒരുപാട് ആപ്സ് കാണും. അപ്പോൾ നമ്മുടെ CV ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് റിജക്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്, ATS ബേസിക് ആയിട്ട്. അപ്പം നമ്മളെപ്പോഴും ATS ഫ്രണ്ട്ലി CV ആയിരിക്കണം ഉണ്ടാക്കുന്നത്. എന്നെങ്കിലേ നമ്മുടെ CV അവിടെ ചെല്ലത്തുള്ളൂ. ഇപ്പം നമ്മളിപ്പം ഒരു 100 പേര് അപ്ലൈ ചെയ്യുമ്പോഴും HR-ന് കിട്ടുന്നവർ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള 2-3 CVs മാത്രമായിരിക്കും. നമ്മളങ്ങനെ കയറി പോകണമെങ്കിൽ നമ്മൾ കീവേഡ്സ് യൂസ് ചെയ്യണം. ആദ്യം നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിക്കണം. ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് അതുപോലെ കോപ്പി അടിച്ച് വെക്കണമെന്നല്ല. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്പുണ്ട്. ആപ്പല്ല, വെബ്സൈറ്റാണ് resume.co എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ATS ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ സെൻറ്റൻസ് ടൈപ്പ് ചെയ്താൽ മതി. നമുക്ക് എന്താണ് അറിയുന്നത് ആ ആപ്പ് തന്നെ കൺവേർട്ട് ചെയ്ത് അതിനെ ATS ആക്കി തരും. അത് വെച്ച് അപ്ലൈ ചെയ്യും. അപ്പോൾ എന്നെ ഉറപ്പായിട്ടും വിളിക്കും.
ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ ജോലിക്കും വിളിച്ചിട്ടുണ്ട്. ഓക്കെ. ഒരു 1-2 ജോലിക്കുകൾ വിളിക്കാറുള്ളത്. വിളിക്കായിരുന്നു. ഇപ്പം എൻ്റെ ഒരു CV. ആ. ഇപ്പം എൻ്റെ CV ജസ്റ്റ് അതിൽ ഇട്ട് കൊടുത്താൽ തന്നെ നമുക്കറിയാൻ പറ്റുമോ എൻ്റെ എത്ര കീവേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന്? നമ്മുടെ CV അതിനകത്ത് ഇടുമ്പോൾ തന്നെ അതിനകത്ത് കാണിക്കും നിങ്ങളുടെ CV എത്രത്തോളം IT ഫ്രണ്ട്ലി ആണെന്ന്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ അടുത്ത് കടപ്പുണ്ട് ഇമ്പ്രൂവ് എന്ന്. നമ്മൾ ഇമ്പ്രൂവ് വെക്കുമ്പോൾ അത് മാറും. പിന്നെ നമുക്ക് എന്താണോ അറിയാവുന്നത് അത് മാത്രമേ CVക്കകത്ത് എഴുതാവൂ. കാരണം അല്ലെങ്കിൽ ഇപ്പം ഇന്റർവ്യൂ ചെല്ലുമ്പം പണി കിട്ടും. ശരിക്കും ഇതിൻ്റെ ഒരു ഇൻ്റർവ്യൂ പാറ്റേൺ എങ്ങനെയാണ്? ഇന്റർവ്യൂ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന നമ്മുടെ ടാലന്റ് അക്വിസിഷൻ മാനേജറിൻ്റെ ആളായിരിക്കും. കാരണം അവർക്കായിരിക്കും CV ചെല്ലുന്നത്. അവരാദ്യം നമ്മളെ വിളിക്കും. അവരാദ്യം നമ്മൾ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് ആപ്റ്റബിൾ ആണോ എന്നുള്ള രീതിയിൽ. കാരണം ഈ CVയിലൊക്കെ വെച്ചിരിക്കുന്നത് ശരിയാണോ എന്ന്. അവർ നമ്മളെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചെയ്തിരുന്നത്. അതൊരു ഫോൺ കോൾ ആയിരിക്കും. മാക്സിമം ആക്കാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ കോൾ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്തോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും വന്നത്. പക്ഷെ അത് അങ്ങനല്ല. അതൊരു ഇൻ്റർവ്യൂ തന്നെയാണ്. അവരപ്പം എന്നിട്ട് പറയാം എല്ലാം ചോദിച്ചിട്ട് അവർ പറയും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാമെന്ന്. അവർക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ കോൺടാക്റ്റ് ചെയ്യത്തില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അവർ പിന്നീട് ഫോർവേഡ് ചെയ്യത്തുള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ടെക്നിക്കൽ റൗണ്ട് കാണും. ടെക്നിക്കൽ റൗണ്ട് തന്നെ ഒരു 2 റൗണ്ട് കാണും. ആദ്യമേ ഒരു സീനിയർ എഞ്ചിനീയറായിട്ട്, പിന്നെ മാനേജറായിട്ട് ഇൻ്റർവ്യൂ ആണ് എഞ്ചിനീയറിങ്ങിന് തന്നെ. ചിലപ്പോൾ ഡയറക്ടറായിട്ട് വരെ കാണും. ഓക്കെ. കോമൺ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? മാക്സിമം UK ചോദിക്കുന്നത് സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം ഞാൻ മുമ്പേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ CV വെച്ചിട്ടുണ്ട്. മുമ്പേ എന്താണ് വർക്ക് ചെയ്തതെല്ലാം. അപ്പോൾ അവർ ചോദിക്കുന്നത് അവിടെ ഇന്ന് സംഭവിച്ചിട്ടുണ്ടോ? സംഭവിച്ചപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? അപ്പോൾ ഞാൻ ചെയ്യുന്നത് പറഞ്ഞല്ലോ ഷിഫ്റ്റ് എഞ്ചിനീയറാണ്, ബിൽഡിംഗ് മെയിൻ്റനൻസ്. അപ്പോൾ എന്നോട് ചോദിക്കുന്നത് നിങ്ങളുടെ ബിൽഡിങ്ങിൽ ഒരു ക്രിട്ടിക്കായിട്ടുള്ള ഒരു കണ്ടീഷൻ വന്നപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ എന്ത് ആക്ടിവിറ്റിയാണ് അവിടെ പുട്ട് ഫോർവേഡ് ചെയ്തത്? ശരിക്കും ഈ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടാണോ ബ്രോന് ഈ ജോബ് കിട്ടിയത്? അതെയോ ബ്രോയുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ആയിരുന്നോ ഈ ജോബിന്റെ മെയിൻ ഫാക്ടർ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് ആണ് ഞാൻ പഠിച്ച ഹിസ്റ്ററി. അതിനകത്ത് ഇതിനെ പറ്റിയൊന്നുമില്ല. ബേസിക്കലി എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസും പ്രീവിയസ് എഡ്യൂക്കേഷനും, അതായത് നാട്ടിൽ ചെയ്തിരുന്ന ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങും പിന്നെ ഒരു 3.5 year എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതാണ് ഇതൊരു കിട്ടാൻ കാരണം. ഒത്തിരി പേര് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് എടുക്കുന്നുണ്ട്. പക്ഷെ ഞാനും ഈ ഒരു കോഴ്സിന് ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അതാണ് ആ ഒരു കോഴ്സ് പഠിച്ചോണ്ടാണോ എന്ന്. എന്താ വെച്ചാൽ ചിലവർക്കൊരു ഒരു ധാരണ ഉണ്ടാവും ഈ കോഴ്സ് ബെസ്റ്റ് ആണ്, ഇനി അതിനൊരു വാസ്റ്റ് ആയിട്ട് ഒത്തിരി പേര് വന്ന് ചാടണ്ടല്ലോ എന്ന്. അങ്ങനെയല്ല. പക്ഷെ എനിക്കിത് അത് നിർബന്ധമുണ്ട്. ഒരു മാസ്റ്റേഴ്സ് ചെയ്യുമ്പം അത് എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മാസ്റ്റേഴ്സ് ആയിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് എടുത്തത്.